വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞെട്ടിപ്പോയൊരു കാഴ്ചയിലേക്കാണ്. അതായത് തീർത്ഥാടനമൊക്കെ ഇങ്ങനെ നടത്തുന്നു, അമ്പലങ്ങളിലൊക്കെ സന്ദർശനമായി നടക്കുന്ന ഒരാൾ, ശശികുമാർ എന്നാണ് പേര്, ആലുവ സ്വദേശിയാണ്. അദ്ദേഹം ലോകനാർ കാവിലെത്തി. അവിടെ അപ്പോൾ ചിറയിലൊന്ന് മുങ്ങിയേക്കാം എന്ന് കരുതി മുങ്ങി നിവർന്നപ്പോൾ കഴുത്തിൽ കിടന്ന 8 പവൻ്റെ സ്വർണ്ണമാല കാണാനില്ല. വല്ലാത്ത വിഷമം. 8 പവൻ എന്നൊക്കെ പറയും, ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ വലിയ പൈസയാണല്ലോ. അപ്പോൾ ഇതറിഞ്ഞ് നാട്ടുകാരൊക്കെ മാല തപ്പി ഇറങ്ങി. മുങ്ങൽ വിദഗ്ധർക്ക് പോലും മാല കിട്ടാതായതോടെ പിന്നെ എന്താ ചെയ്യുക, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ അവർ ആ തീരുമാനം നടപ്പിലാക്കി. ശരി, നയൻതാരയുണ്ട് നമുക്കിപ്പോൾ. നയൻതാര, നമ്മൾ ഈ സാധാരണ ഇതിൽ കുളത്തിലോ പുഴയിലൊക്കെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള മാലയൊക്കെ ഉണ്ടെങ്കിൽ അത് അഴിച്ച് കരയിൽ വെച്ചിട്ടാണ് ഇറങ്ങുക. എന്തായാലും അങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നും കൂടിയുള്ള അനുഭവമാണ്. എന്തായാലും നാട്ടുകാർ വലിയൊരു ഒരു ആഘോഷപൂർവ്വം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തി ആ മാല എടുത്ത് കൊടുത്തു അല്ലേ? അതേ ദിവിഷേ, നാട്ടുകാരുൾപ്പെടെ വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ കണ്ടുപിടിച്ചു കൊടുത്തത്. ഈ വാർത്ത കാണുമ്പോൾ ചിലപ്പം എല്ലാവരും കണക്കൂട്ടുന്നുണ്ടാവും. 8 പവൻ്റെ സ്വർണ്ണമാല, ഏകദേശം 5 ലക്ഷം രൂപ. 5 ലക്ഷം ആയിരിക്കില്ല, ചിലപ്പോൾ അത്രത്തോളം വരും എന്നൊക്കെ കണക്കൂട്ടുന്നുണ്ടാവും. അതേ ചില്ലറ സ്വർണ്ണമൊന്നും അല്ല കുളത്തിൽ വീണുപോയത്. സംഭവം നടക്കുന്നത് 2 ദിവസം മുമ്പാണ്. കണ്ണൂർ കൊട്ടിയൂർ ആലുവ എടത്തല സ്വദേശിയായ ശശികുമാർ തീർത്ഥാടനത്തിനെത്തുന്നു. തുടർന്ന് അദ്ദേഹം കോഴിക്കോട് വടകരയിലുള്ള ലോകനാർക്കാവ് ക്ഷേത്രത്തിലെത്തി. അവിടെ ക്ഷേത്രക്കുളത്തിൽ അദ്ദേഹം കുളിക്കാനിറങ്ങി. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം തിരികെ കയറിയപ്പോഴാണ് 8 പവൻ്റെ മാല കാണാതായ വിവരം അറിയുന്നത്. തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിലുള്ളവരെ അറിയിച്ചു. അവർ വടകരയിലുള്ള അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അവരെത്തി, വലിയൊരു സംഘം തന്നെ അവിടെ എത്തി കുളത്തിൽ പരിശോധന നടത്തി. പക്ഷേ ഈ സ്വർണ്ണമാല കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നാട്ടുകാരുൾപ്പെടെ ആ ഒരു തിരച്ചിലുണ്ടായിരുന്നു. പക്ഷേ സ്വർണ്ണമാല കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ 3 വലിയ മോട്ടോർ, അതായത് വെള്ളവും ചെളിയും ഉൾപ്പെടെ അടിച്ച് പുറത്തേക്ക് കളയാൻ എന്ന തരത്തിലുള്ള മോട്ടോറുകൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലുള്ള ഈ കുളത്തിലെ വെള്ളം സമീപത്തുള്ള തോട്ടിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്തത്. ചളി ഉൾപ്പെടെ വറ്റിച്ചു. തുടർന്നാണ് ഈ 8 പവൻ മാല കണ്ടുപിടിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ്. നാട്ടുകാരുൾപ്പെടെ വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തെരച്ചിൽ നടത്തിയത്. ഈ ഒരു മാല കിട്ടിയപ്പോഴുള്ള ആഹ്ലാദം ആ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിൽ ഒരു മെസ്സേജ് കൂടെ പറയാണ്, ഇങ്ങനെ കുളത്തിലൊക്കെ കുളിക്കാൻ ഇറങ്ങുമ്പം ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇടാതിരിക്കുക. ഇതിപ്പം അദ്ദേഹം ആലുവയിൽ നിന്ന് ഇവിടെ എത്തിയാണ്. ആലുവയിൽ നിന്ന് കണ്ണൂരെത്തി, കണ്ണൂരിൽ നിന്ന് വടകര എത്തി. വടകരയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ സാധനമൊന്നും അല്ല, ചില്ലറ സാധനമൊന്നും അല്ല. 8 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് കളഞ്ഞു പോയത്. ഏകദേശം 5 മണിക്കൂർ സമയമെടുത്താണ് ഈ ഒരു മാല കണ്ടുപിടിക്കാൻ സാധിച്ചത്. ശരി നയൻതാര, എന്തായാലും കുളത്തിലായതുകൊണ്ട് അല്ലേ വറ്റിച്ചെങ്കിലും എടുക്കാൻ കഴിഞ്ഞു. വല്ല പുഴയിലേക്കാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും കൂടിയ മാലയൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മളും കുറച്ചുകൂടി ശ്രദ്ധിക്കുക. എന്തായാലും നാട്ടുകാരൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് എന്തായാലും സങ്കടത്തിന് വഴിമാറിയത് സന്തോഷമായി തിരികെ കിട്ടി. ശരി.